അതുപോലെ ഈ ഇതിലൊരു എക്സാമ്പിൾ കൂടെ കൺസിഡർ ചെയ്യാം. y ഡാഷ് പ്ലസ് y ബൈ 3 ഈക്വൽ ടു 1/3 1 മൈനസ് 2x ഇൻറ്റു y റേസ് ടു 4. ഇവിടെയും y ഡാഷിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അതുകൊണ്ട് ആദ്യം ഈ ഒരു ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് എക്സാമ്പിളിൽ ഇതിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരുന്നില്ല, അതുകൊണ്ടായിരുന്നു ആദ്യം ആ ഒരു ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എന്തുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം, y റേസ് ടു n, അതായത് റൈറ്റ് സൈഡിലുള്ള y റേസ് ടു 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, y റേസ് ടു -4 y ഡാഷ് പ്ലസ് y റേസ് ടു -3/3 ഈക്വൽ ടു 1/3 ഇൻറ്റു 1 മൈനസ് 2x കിട്ടും. ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, z ഈക്വൽ ടു y റേസ് ടു -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ dz/dx ഈക്വൽ ടു -3 y റേസ് ടു -4 dy/dx എന്ന് കിട്ടും. അതിൽ നിന്ന് ഈ ഒരു ടേം -4 y ഡാഷ് y റേസ് ടു -4 y ഡാഷ് ഈക്വൽ ടു 1/3 -1/3 dz/dx എന്ന് കിട്ടും. ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 1 അതായത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, dz/dx മൈനസ് z ഈക്വൽ ടു 2x മൈനസ് 1 ആണെന്ന് കിട്ടും. അതായത് ഇത് ലീനിയർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് p of x ഈക്വൽ ടു -1 ആൻഡ് r of x ഈക്വൽ ടു 2x മൈനസ് 1. എന്നിട്ട് ഇതിന്റെ സൊല്യൂഷൻ കാണാൻ നോർമൽ ആയിട്ട് തന്നെ e ടു ദ പവർ മൈനസ് എക്സ് ഇന്റഗ്രൽ e ടു ദ പവർ മൈനസ് എക്സ് ഇൻറ്റു r of x, അതായത് 2x മൈനസ് 1 dx പ്ലസ് c എന്ന് വരും. ഈ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രൽ കാണാം. അത് കഴിഞ്ഞിട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ ഫൈനൽ സൊല്യൂഷൻ കിട്ടും. അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സുകളിൽ പറയാനുള്ളത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ വായിച്ചു നോക്കുക, നോട്ട് എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം.